वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ വരാൻ പോകുന്ന 2025 മെയ് 18 രാശിമാറ്റം സംഭവിക്കുകയാണ്. അതായത് രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കുമാണ് സംക്രമിക്കാൻ പോകുന്നത്. മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ടാണ് സഞ്ചരിക്കുക. എന്നാൽ രാഹുവും കേതുവും പുറകോട്ടാണ് സഞ്ചരിക്കുക. അതായത് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും മാത്രം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുക. രാഹുവും കേതുവും ഒരു നിഴൽ ഗ്രഹമാണ്, അല്ലെങ്കിൽ ഇതിന് ഛായാഗ്രഹങ്ങൾ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ രണ്ട് ഗ്രഹങ്ങൾക്കും രാശിമണ്ഡലത്തിൽ പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിയുടെ തന്മയെ അല്ലെങ്കിൽ സ്വഭാവത്തെയും ഗുണത്തെയും ഒക്കെയാണ് ഈ ഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുക. രാഹുവും കേതുവും ഒരു രാശിയിൽ 1.5 വർഷക്കാലമാണ് സഞ്ചരിക്കുക. ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ചില രാശിക്കാർക്ക് വളരെ നല്ല ശുഭഫലങ്ങളും, അതായത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, ധനപരമായിട്ടുള്ള ഉയർച്ച, വിവാഹം, സ്വത്തുവകകളുടെയൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ചില രാശിക്കാർക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഗൗരവക്കുറവും അഭിമാനക്ഷതവും ഒക്കെയാണ് അനുഭവിക്കേണ്ടി വരിക. ഒരു ജാതകത്തിൽ പൂർവജന്മ കർമ്മബലത്തെ കാണിച്ചു തരുന്ന ഗ്രഹമാണ് രാഹുവും കേതുവും. അച്ഛൻ്റെ പൂർവികത്തെയും പൂർവജന്മ കർമ്മബലത്തെയും രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടും അമ്മയുടെ പൂർവികത്തെയും പൂർവജന്മ കർമ്മബലത്തെയും കേതുവിൻ്റെ സ്ഥിതി കൊണ്ടുമാണ് മനസ്സിലാക്കുക. രാഹുവിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനേയും വലുതാക്കി കാണിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു. എന്തിനേയും ചുരുക്കി കാണിക്കുന്നൊരു ഗ്രഹമാണ് കേതു. രാഹുവിന് എത്ര കിട്ടിയാലും ആഗ്രഹങ്ങൾ തീരുകയില്ല. എന്നാൽ കേതു ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല. രാഹു കൊടുത്തു കെടുക്കും, കേതു കെടുത്തു കൊടുക്കുമെന്നാണ് പറയുക. അതായത് ഒരു ജാതകത്തിൽ രാഹുദശയൊക്കെ നടക്കുമ്പോൾ ആ ദശ ആരംഭത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ദശയുടെ അവസാനം അത് കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ കേതു ദശയുടെ ആരംഭത്തിൽ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക. മനസ്സ് മരവിച്ചിരിക്കുന്ന സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യും. ഭോഗകാരകനായ രാഹുവിൻ്റെയും മോക്ഷകാരകനായ കേതുവിൻ്റെയും രാശിമാറ്റം 2025 മെയ് 18 മുതൽ 2026 ഡിസംബർ 26 വരെ രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുക. കുംഭരാഹുവിൻ്റെയും ചിങ്ങക്കേതുവിൻ്റെയും സംക്രമ ഫലങ്ങൾ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. പിന്നെ ഈ ഗ്രഹങ്ങളുടെ ദോഷവശങ്ങൾക്കായിട്ടുള്ള പരിഹാരങ്ങളും വീഡിയോവിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. കുംഭം രാശിയിലുള്ള അവിട്ടം 3-4 പാദം, ചതയം പൂരോരുട്ടാതിയുടെ 1-2-3 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകരലഗ്നത്തിൽ ജനിച്ചവർക്കും രാഹു കേതുവിൻ്റെ രാശിമാറ്റം രാഹു ദ്വിതീയ ഭാവമായ മീനൻ രാശിയിൽ നിന്ന് ജന്മരാശിയായ കുംഭരാശിയിലേക്കും കേതു അഷ്ടമഭാവമായ കന്നിരാശിയിൽ നിന്ന് സപ്തമഭാവമായ ചിങ്ങൻ രാശിയിലേക്കുമാണ് സംക്രമിക്കുക. ഈ സംക്രമത്തിൻ്റെ ഫലമായി ഇവരുടെ പ്രവൃത്തിയിലും ലക്ഷ്യവും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പുതിയതായി പല വിഷയങ്ങളും വിജയിപ്പിക്കണമെന്ന ചിന്തയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. താൽപര്യമ അധികമായിട്ടുണ്ടാകും. എല്ലാവരോടും ഒരുപോലെ പഴകുകയില്ല.
ആളും തരവും ഒക്കെ നോക്കി മാത്രമേ പഴകുകയുള്ളൂ. മറ്റുള്ളവർ തന്നെ പുകഴ്ത്തണമെന്ന ഒരു ചിന്തയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും. ഏത് കാര്യം ചിന്തിക്കുകയാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും ശരി, അത് വലുതായി ചെയ്യാൻ ശ്രമിക്കും. തനിക്ക് എല്ലാം അറിയാമെന്ന ഒരു അഹന്തയൊക്കെ ഉണ്ടാകും. ഏത് കാര്യം ചിന്തിക്കുകയാണെങ്കിലും വലുതായി ചിന്തിക്കും. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് 4 പേരെ അറിയിക്കണമെന്ന് ആഗ്രഹിക്കും. ഒരു രഹസ്യവും ഇവർക്ക് സൂക്ഷിക്കാൻ കഴിയുകയില്ല. തൊഴിൽപരമായിട്ട് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും. അന്യദേശക്കാരുടെ സംസ്കാര രീതിയിൽ ഇവരെ കൂടുതൽ ആകർഷിക്കും. ലഹരി വസ്തുക്കളിലൊക്കെ താല്പര്യമുണ്ടാകും. അതേപോലെ മസാലകളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളോടും താല്പര്യമുണ്ടാകും. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികളൊക്കെ ഏറ്റെടുത്ത് കൂടുതൽ പരിശ്രമമെടുത്ത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അളവിൽ ആ കാര്യത്തെ വിജയിപ്പിച്ചെടുക്കും. ഏത് കാര്യം ചെയ്യുമ്പോഴും തൽപെരുമയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. സപ്തമത്തിൽ നിൽക്കുന്ന കേതു ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വേർപാടും ഒക്കെ തന്നുകൊണ്ടിരിക്കും. ജീവിത പങ്കാളി സന്യാസ ജീവിതത്തിന് തുല്യമായ ഒരു ജീവിതം നയിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. എപ്പോഴും തനിച്ചിരിക്കുവാൻ ഇഷ്ടപ്പെടും. നിയമവിരുദ്ധമായ ത്തിലുള്ള വിവാഹബന്ധം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായേക്കാം. അല്ലെങ്കിൽ രഹസ്യമായ ജീവിതം നയിക്കുന്നതായിട്ടും വരാം. എല്ലാവരോടും സഹജമായി പഴകുന്ന ഗുണം തീരെ കുറവായിരിക്കും. അടിക്കടി ചെറിയ ചെറിയ വഴക്കുകളെയും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ടൊക്കെ വരും. ഷെയർ മാർക്കറ്റിലൊക്കെ താല്പര്യം കൂടും. അതുവഴി ലാഭമൊന്നും കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഈ രാശി ലഗ്നക്കാർക്ക് മറ്റുള്ള ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥ കൊണ്ട് വിവാഹം നടന്നാലും സപ്തമത്തിലെ കേതു വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ടൊക്കെ വരും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്കിടയുണ്ട്. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത്. മാതൃകുടുംബത്തിലുള്ള സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് നിയമസഹായം തേടാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ്. യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ്. വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങുവാൻ കഴിയും. സന്താനങ്ങളുടെ സുഖവും സ്നേഹവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. സന്താനങ്ങൾക്ക് തൊഴിൽ നിമിത്തം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ്. സന്താനങ്ങൾക്ക് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട്. തൊഴിൽപരമായി സമയം അനുകൂലം തന്നെയാണ്. ദേഹാധ്വാനം വർദ്ധിക്കും. വാക്കാൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും. സമൂഹവുമായി അകന്നു കഴിയാൻ ശ്രമിക്കും. ഇൻഷുറൻസ്, പോലീസ്, കുറ്റാന്വേഷണ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽപരമായ മുന്നേറ്റം കാണുന്നു. പിതാവിൻ്റെ ആരോഗ്യനില അനുകൂലം തന്നെയാണ്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. കർമ്മസംബന്ധമായ ഉയർച്ചകൾ കാണുന്നു. സംഘങ്ങൾ, ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. മരുമക്കളുടെ സ്നേഹവും സഹായവും ഒക്കെ ഉണ്ടാകും. ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും. ഈ രാശി ലഗ്നക്കാർക്ക് രാഹു കേതുവിൻ്റെ സംക്രമത്താൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്. മുകളിൽ പറഞ്ഞ ഈ ശുഭഫലങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശ അപകാരങ്ങൾ കൂടി ഈ ഫലങ്ങൾക്ക് അനുകൂലമായാൽ മാത്രമേ ഈ ഫലങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഓരോരുത്തരുടെ ജാതകവും ഓരോ വിധത്തിലാണ് ഉണ്ടാവുക. 100 പേരുടെ ജാതകം എടുത്താൽ അത് 100 വിധത്തിലായിരിക്കും. നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശ അപകാരങ്ങൾ ചാരവശാലുള്ള ഈ ഗ്രഹങ്ങൾക്ക് അനുകൂലമായവർക്ക് ഈ ഫലങ്ങളെല്ലാം മുഴുവനായി അനുഭവപ്പെടും എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രാഹു കേതുവിൻ്റെ ദോഷപരിഹാരമായി അവരവരുടെ ധർമ്മദേവത ആരാണോ ആ ദേവതയെ പ്രീതിപ്പെടുത്തുക. പിന്നെ ഗണപതി പ്രീതിക്കായി ഓം ഗം ഗണപതായേ നമഃ എന്ന മന്ത്രം 108 ഉരു ജപിക്കുക. സർപ്പപ്രീതി വരുത്തുകയുമൊക്കെ ചെയ്യുമ്പോൾ ദോഷശമനം ഉണ്ടാകുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.